ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പായസമാണ് കേട്ടോ. നമ്മുടെ പച്ചരി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അരിപ്പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? എന്തായാലും ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചരി. അപ്പം ഞാനിത് പച്ചരി ഇവിടെ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതായത് തേങ്ങാപ്പാൽ ഞാനിവിടെ 3 അളവുകളിലായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ടെടുത്തിട്ടുള്ള 1-ാം പാലാണിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ 2-ാം പാൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ബാക്കിയുള്ള തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് എടുത്തിട്ടുള്ള പാലാണിത്. അതാണ് 2-ാം പാൽ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിലാണ് നമ്മൾ ശർക്കരയൊക്കെ അലിയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെടുത്തിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് കഴുകിയ ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും പച്ചരി കുതിർത്തണോ എന്നുള്ളതൊക്കെ. ഇനി നമ്മൾ ഈ പച്ചരി നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3-ാം പാൽ എടുത്തിട്ടുണ്ട്. അതായത് തേങ്ങ 2 തവണ നമ്മൾ പാലെടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ള തേങ്ങാപ്പീരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങ കൊണ്ടാണ് ഈ 3 പാലും റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരി കുക്കാവുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി എടുക്കണം. അതായത് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടോ 2-ാം പാലിലാണ് ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. 2-ാം പാൽ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, പകുതി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ കുക്കായി വരണം. ഒരു 4-5 വിസിലൊക്കെ നന്നായിട്ട് അടുപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ആവിയൊക്കെ പോയി തുറന്ന ശേഷമുള്ളതാണ്. നന്നായിട്ട് ഉടച്ചെടുക്കാം. നമുക്കിത് ഉടച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ അരി പോലെയൊക്കെ എടുക്കും. അപ്പോൾ ഒന്ന് ഉടച്ചിട്ട് തന്നെ ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരരിപ്പയിലൂടെ ഒഴിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കരടൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് വീഴും. അപ്പോൾ ഞാനൊന്ന് അരിപ്പ് വെച്ചിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയെടുത്തതിൻ്റെ ബാക്കി 2-ാം പാലിൽ കുറച്ചുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ലൂസിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1-ാം പാലൂടെ ഒഴിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസ് ഉണ്ടെങ്കിൽ തന്നെ ചൂടാറി കഴിയുമ്പോൾ നല്ല പാകമായിട്ട് കിട്ടുള്ളൂ. ഇതിലോട്ടൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. എന്നിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പായസം ഒന്ന് ജസ്റ്റ് തിളച്ച ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് തിളപ്പിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് ഏലക്കായയുടെ പൊടി ചേർക്കുകയാണ്. ഒരു 2-3 ഏലക്കായ നന്നായിട്ട് കുത്തിച്ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ചേർത്തിട്ട് തൂമിക്കാം. പക്ഷെ ഞാനിവിടെ തേങ്ങാക്കൊത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നാടൻ നെയ്യാണ്, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നാടൻ നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ മൂത്ത് വരണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് പായസത്തിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം ഗോതമ്പ് ആണെങ്കിലും അരി ആണെങ്കിലും ഒക്കെ ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നതാണ്. അതാണത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇനി നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.